നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൾനില കൃഷിക്ക് 277 ലക്ഷം രൂപയുടെ പദ്ധതി. പാലുൽപാദനം ലക്ഷ്യമിട്ട് ഗോവർദ്ധനി പദ്ധതി. തീറ്റപ്പുൽ കൃഷിക്ക് ധനസഹായം. ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കോൾനിലങ്ങളിലെ ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്കുള്ള സബ്സിഡികൾ തയ്യാറായി. കോൾനിലങ്ങളിൽ 6 മാസം നെല്ലും 6 മാസം മീൻകൃഷിയുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ RKVY പദ്ധതി പ്രകാരം ഇതിനായി 277 ലക്ഷം രൂപ വകയിരുത്തി. രോഹു, കട്ല, മൃഗാൾ, സൈപ്രിനസ് തുടങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെയും ആറ്റുകൊഞ്ചിനെയും പദ്ധതി പ്രകാരം കൃഷി ചെയ്യാം. തീറ്റ ചെലവിന് 75%, ബണ്ടൊരുക്കം പോലുള്ള അടിസ്ഥാന ചെലവുകൾക്ക് 70%, മത്സ്യവിത്തുകൾക്ക് 100% സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അഡാക്കിന്റെ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മഴ രൂക്ഷമായതിനെ തുടർന്ന് കുതിച്ചുകയറുന്ന പച്ചക്കറി വില പിടിച്ചു നിർത്താൻ ഹോർട്ടികോർപ്പ് നടപടികൾ തുടങ്ങി. കർഷകർ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന എല്ലായിനം പച്ചക്കറികളും അപ്പോൾ തന്നെ സംഭരിക്കും. തക്കാളി, സവാള, അമര എന്നിങ്ങനെ കേരളത്തിൽ വിളവ് കുറച്ചുള്ള പച്ചക്കറികൾ ഒഴിച്ച് മറ്റുള്ളവയൊക്കെ സംഭരിക്കുവാൻ എല്ലാ നടപടികളും സ്വീകരിക്കും. ഇതിനായി കർഷകർക്കോ കർഷക സമിതികൾക്കോ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9447754091. സംസ്ഥാനത്തെ പാലുൽപാദനം സ്വയംപര്യാപ്തതയിലെത്തിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് ഗോവർദ്ധനി പദ്ധതി നടപ്പാക്കുന്നു. ഇതിനായി 1 ലക്ഷം പശുക്കുട്ടികളെ ദത്തെടുക്കും. കർഷകരിൽ നിന്നും 4 മുതൽ 9 മാസം വരെ പ്രായമുള്ള സങ്കരവർഗം പശുക്കളെ ദത്തെടുത്ത് അവയെ മൃഗസംരക്ഷണ വകുപ്പ് പരിപാലിക്കും. പൈക്കിടാങ്ങൾക്ക് 32 മാസം വരെ പകുതി വിലയ്ക്ക് കാലിത്തീറ്റയും വിലമരുന്നുകളും ധാതുലവണ മിശ്രിതവും നൽകും. 6 മാസത്തിലൊരിക്കൽ പ്രത്യേക ക്യാമ്പുകളിൽ ആരോഗ്യ പരിപാലന പരിശോധനയുമുണ്ട്. ആകസ്മികമായി ഉണ്ടാകുന്ന മരണങ്ങൾക്ക് പ്രതിവിധിയായി പൈക്കിടാങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. ക്ഷീരവികസന വകുപ്പിന്റെ ഓച്ചിറയിലുള്ള പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 19 വരെ ശാസ്ത്രീയ പശുവളർത്തലിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047626985550. സംസ്ഥാനത്തെ കാലിത്തീറ്റ ക്ഷാമം പരിഹരിക്കാൻ തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കാൻ KLD ബോർഡ് പദ്ധതി തയ്യാറാക്കി. പുൽകൃഷി സർക്കാർ വക ഭൂമിയിലും സ്വകാര്യ ഭൂമിയിലും ചെയ്യുന്നതിന് സാമ്പത്തിക സഹായം ലഭിക്കും. കുടുംബശ്രീ പ്രവർത്തകർക്ക് പുൽകൃഷി ചെയ്യാൻ ഏക്കറിന് 15,000 രൂപ സഹായം ലഭിക്കും. 16 ഇനം കാലിത്തീറ്റ പുൽവർഗ്ഗങ്ങളുടെ പ്രദർശനത്തോട്ടം 9,000 രൂപ ചെലവിൽ ബോർഡ് അധികൃതർ സജ്ജീകരിച്ച് നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047124400920. കൊല്ലം ജില്ലയിലെ പരവൂർ നഗരസഭാ മേഖലയിൽ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒട്ടേറെ വാർഡുകളിൽ ആഫ്രിക്കൻ ഉഞ്ചിന്റെ ശല്യം വ്യാപകമാകുന്നു. കൃഷിയെയും മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്ന ഇവയ്ക്കെതിരെ ഇനി പറയുന്ന നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. വൈകുന്നേരങ്ങളിൽ നനഞ്ഞ ചണച്ചാക്ക് വിരിച്ച് ഒച്ചിനെ ആകർഷിക്കുന്ന പപ്പായ ഇല, പപ്പായ പഴം, ക്യാബേജ് ഇല, ചോറ് എന്നിവ നിരത്തുക. കൂട്ടം കൂടുന്ന ഒച്ചുകളെ തോട് പൊട്ടിച്ച് പുകയില കഷായം തുരിച്ച് മിശ്രിതം തളിച്ചോ നശിപ്പിക്കാവുന്നതാണ്. ഒച്ചുകളെ ശേഖരിച്ച് തോട് പൊട്ടിച്ച് തെങ്ങിൻ തടത്തിലിട്ട് ഉപ്പ് വിതറിയ ശേഷം മണ്ണിട്ട് മൂടിയാൽ അത് വളമാകുന്നതാണ്. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9,900 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 10,800 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 9,800 രൂപ, കൊപ്ര കൊച്ചി 6,715 രൂപ, കൊപ്ര കോഴിക്കോട് 7,050 രൂപ, കൊപ്ര തൃശൂർ 6,725 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 65,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,400 രൂപ, ചുക്ക് മീഡിയം 19,000 രൂപ, ചുക്ക് ബെസ്റ്റ് 20,500 രൂപ, മഞ്ഞൾ സേലം 10,800 രൂപ, മഞ്ഞൾ ഈറോഡ് 11,200 രൂപ, അടയ്ക്ക 24,500 മുതൽ 25,500 രൂപ വരെ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,250 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,400 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,425 രൂപ. കമ്പോള നിലവാരം. കൊച്ചി വെളിച്ചെണ്ണ 9,900 രൂപ, കൊപ്ര 6,715 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ,
കുരുമുളക് അൺഗാർബിൾഡ് 65,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,400 രൂപ. ചുക്ക് മീഡിയം 19,500 രൂപ, ചുക്ക് ബെസ്റ്റ് 20,500 രൂപ. അടയ്ക്ക പുതിയത് 24,500 മുതൽ 25,500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 230 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 440 രൂപ മുതൽ 460 രൂപ വരെ. ജാതിപത്രി 650 മുതൽ 925 രൂപ വരെ. ഗ്രാമ്പു 790 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,250 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 10,400 രൂപ. ഒട്ടുപാൽ 6,200 രൂപ, ലാറ്റക്സ് 7,400 രൂപ. കമ്പോള അവലോകനം. അന്തർ സംസ്ഥാന വ്യാപാരികൾ വീണ്ടും കുരുമുളകിൽ താൽപര്യം കാണിച്ചു. ക്രിസ്തുമസ് അടുത്തതോടെ ആഭ്യന്തര ആവശ്യം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഉൽപ്പന്നത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത്. വിളവെടുപ്പ് തുടങ്ങിയെങ്കിലും ടെർമിനലിൽ വിപണിയിൽ പഴയ ചരക്ക് വരവ് കുറഞ്ഞു. ഗാർബിൾഡ് മുളക് കിലോഗ്രാമിന് 684 രൂപയാണ്. വ്യാവസായികളിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങിയതിനാൽ 4-ാം ഗ്രേഡ് റബ്ബർ കിലോഗ്രാമിന് 104 രൂപയിലാണ്. അവധി വ്യാപാര രംഗത്തെ തളർച്ചയാണ് ടയർ വ്യവസായികളെ ചരക്ക് സംഭരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. റബ്ബർ ടാപ്പിംഗ് രംഗവും മന്ദഗതിയിലാണ്. തമിഴ്നാട്ടിൽ കാലാവസ്ഥ തെളിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ അടുത്ത വാരം നാളികേര വിളവെടുപ്പ് പുനരാരംഭിക്കാനാവും. ശബരിമല സീസൺ ആയതിനാൽ പച്ചത്തേങ്ങയ്ക്ക് ആഭ്യന്തര ആവശ്യം വർദ്ധിച്ചെങ്കിലും വെളിച്ചെണ്ണ, കൊപ്ര വിപണികളിൽ മാറ്റമില്ല. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 892 രൂപയിലും ശരാശരി ഇനങ്ങൾ 600 രൂപയിലുമാണ്. മൊത്തം 60,461 കിലോഗ്രാം ഏലക്ക ലേലം കൊണ്ടു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.3, 24.7. കൊച്ചി 32, 24.6. ആലപ്പുഴ 32, 24. പുനലൂർ 28.2, 22.8. തിരുവനന്തപുരം 26.9, 24 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്ത സമാപിച്ചു. നമസ്കാരം.